മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 10ാമത്തേതാണ് മകം. നുകം പോലെ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളാണ് മകം. പിതൃക്കളാണ് ദേവത. രാജധാനിയിലെ സിംഹാസനത്തോടു കൂടിയ മണ്ഡലമാണ് ചിഹ്നം. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും ദേവത പിതൃക്കളുമാണ്. സിംഹമാണ് ഇവരുടെ രാശിരൂപം. വീറുള്ളവരാണ്. മൃഗം എലി, വൃക്ഷം പേരാൽ, അസുരഗണമാണ്. പുരുഷയോനിയാണ്. പക്ഷി ചകോരം, ഭൂതം ജലം. മകം പിറന്ന മങ്ക എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിലെ സ്ത്രീജനങ്ങൾ നേതൃഗുണമുള്ളവരാണ്. മകം നക്ഷത്രജാതർ ആദർശവാദികളും സ്വാഭിമാനികളുമാണ്. കഠിനാധ്വാനികളും സാമൂഹിക സേവനത്തിൽ തൽപരരുമാണ്. സ്വാഭാവിക നേതൃഗുണമുള്ള ഇവർ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ മടി കാണിക്കുന്നവരാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സമർത്ഥരാണ്. സ്വപ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്തുന്നവരാണ്. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളാണ്. ക്ഷിപ്രകോപികളാണ്. തെറ്റായ കാര്യങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കാറേയില്ല. കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിലും പുറത്തു കാണിക്കാൻ മടി കാണിക്കുന്നവരാണ്. മകം നക്ഷത്രജാതർക്ക് 2026 വിഷുവർഷം ഗുണദോഷ സമ്മിശ്രമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. ഏത് കാര്യങ്ങളിലും തടസ്സം നേരിട്ടാലും അവയെല്ലാം തന്നെ പിന്നീട് നല്ല രീതിയിൽ എത്തിച്ചേരുന്നതാണ്. ഗുണവും ദോഷവും അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ തടസ്സം അനുഭവപ്പെട്ടാലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ തടസ്സം അനുഭവപ്പെട്ടാലും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് സ്ഥിരമായി പ്രയത്നിച്ചാൽ മാത്രമേ ജോലി ലഭ്യമാവുകയുള്ളൂ. എങ്കിലും പ്രയത്നം കൊണ്ട് ജോലി ലഭ്യമാവുന്നതാണ്. യുവതീ-യുവാക്കൾക്ക് പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടുക വഴി അവയെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ സംയമനം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്. ദോഷപരിഹാരത്തിനായി സ്വന്തം നക്ഷത്ര പക്ഷി മൃഗാദികളെ പരിപാലിക്കുന്നത് ഉത്തമമാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണ്. കേതുവിൻ്റെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ആവശ്യമാണ്. ഗണപതി ഭജനം നടത്തുന്നത് ഉത്തമമാണ്. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നത് പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണ്. ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. മകനക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയവും ഗ്രഹനിലയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. മാസത്തിലൊരിക്കലെങ്കിലും ആരാധനാലയ ദർശനം ശീലമാക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.